സ്ഥലം ഓർമ്മയുണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കേ. ഒന്ന് പോസേ സർ. ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട്. ബിനു ജനിച്ചു വളർന്ന സ്ഥലം. ഇവരൊക്കെ ആരാന്ന് ഓർമ്മയുണ്ടോ? ആരാ? അച്ഛനും അമ്മയും. ആ, അപ്പം ഓർമ്മ വരുന്നുണ്ട്. കണ്ട് കണ്ട് പരിചയതാ. ആണോ? അച്ഛൻ്റെ പേരെന്താ? ദാസ്. ലക്ഷ്മി അമ്മ. ബിനുവിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ? അച്ഛനും അമ്മയും പുറത്തുണ്ട് സർ. ആണോ? അവരെ നോക്കി. ഓക്കെ സാർ. എന്നാൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. ആ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ? ആ, എടോ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട്. ഓക്കെ സാർ. ആഹാ, അവർ ഈ ടോയ്ലറ്റിലുണ്ട്. സോറി കേട്ടോ, ജെൻസിൻ്റെ ആണെന്ന് വിചാരിച്ചു. ജെൻസ് ആണല്ലോ. അല്ല, അത് ഒരു എമർജൻസിക്ക് കയറിയതാ. ആ, സാരമില്ല. ദാസാറോടെ ഇവിടെ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ. ദാസാറേ ഇവിടെ വേണ്ട വേണ്ട, സമയം എടുത്തോ, തിരക്കില്ല. അല്ല, കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കോ, ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ഇയാളും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇതെന്താ? മൂത്രമൊഴിക്കാൻ വാഷ് ബേസിനിലോ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഈ സാധനം ഇവിടെ ഇരിപ്പുള്ള ഇവനെന്തിനാ വാഷ് ബേസിന്? ഇതാരാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. തന്റെ ചെറുപ്പകാലം. ആ റൈറ്റിൽ നിൽക്കുന്ന ബിനു, ഇപ്പുറം നിൽക്കുന്ന ചേട്ടൻ. യഥാർത്ഥത്തിൽ ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? വേണ്ടേ? വേണം വേണം വേണം. തീർച്ചയായിട്ടും വേണം അല്ലേ? ആ, പക്ഷേ സാർ, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കണ്ടല്ലോ, പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല, നിങ്ങൾ സമയമെടുത്തു, ഞാൻ ഇറങ്ങിയേക്കാം. ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും അതോടനെ എന്നെ അറിയിക്കണം. മനസ്സിലായോ? ശരി, എന്നാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. വേടോ. ഇതാരാണെന്ന് മനസ്സിലായോ? നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള്. ദേ ഇത്. മനസ്സിലായില്ല. നിങ്ങൾക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണില്ലേ? ഇയാളെ അറിയാം. ആരെ? എന്നാ പറ, പേരെന്താ? പേരറിയില്ല. സാരില്ല, നമുക്ക് വേറെ രണ്ടുമൂന്ന് ഫോട്ടോസ് നോക്കാം. നോക്ക, ഇത്. കുഴപ്പമില്ല കുഴപ്പമില്ല, എന്തായാലും അത്ര മനസ്സിലായില്ലേ? അപ്പൊ അത് ചെയ്യ്. വാ വാ വാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ദേ, ബിനു ഇയാളെ തിരിച്ചറിഞ്ഞു. അടിപൊളി. ഇയാളറിയോ നോക്കി? ഒന്ന് രണ്ട് തവണ ഇവൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഇയാളിപ്പോ എവിടെയുണ്ട്? ഇയാള് വിദേശത്ത് എവിടെയാണ്, കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയില്ല. ഓ, ഐ സി. എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈൻ. ബിനു അവന്റെ ഓർമ്മയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ സൂചനയാണ്. സന്തോഷായില്ലേ? ആ, ചേട്ടൻ ഇതല്ലാതെ വേറെന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞോ? വേറൊന്നും പറഞ്ഞില്ല. അമ്മ, നിങ്ങളെല്ലാവരും വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ. കുറേ ദിവസമായില്ല ഇവിടെ ഇങ്ങനെ. എനിക്കെന്തായാലും 2-3 ദിവസം ലീവ് ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? എല്ലാവരും ടയർഡല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ സഞ്ജുവിനെ അയക്കാം. ആ, ആ, ഡോക്ടറോ? വരൂ. ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. ശരി. രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു. ബിനുവിന് ആരെയോ ഓർമ്മ വന്നു എന്ന് പറഞ്ഞല്ലോ. അതൊരു പോസിറ്റീവ് സൈനാണ്. സമാധാനമായല്ലോ. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയണം, എന്നാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. പ്രശ്നമുണ്ട്.
ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ? വാ. ബിനുചേട്ടനെ ശരിക്കും ഡോക്ടർക്ക് അറിയോ? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചത്? ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസൻറ്റ്. ബിനുവിന് എന്താ കുഴപ്പം? ഈ ബിനുചേട്ടൻ എങ്ങനെ എക്സ്ട്രാ ഡീസൻ്റ് ആയെന്ന് ഡോക്ടർക്ക് അറിയോ? എന്താണ് പറ കാര്യം എന്താ? എന്തു പറ്റി? വിശക്കുന്ന? എടാ ഞാൻ നിനക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാടാ. അത്രയ്ക്ക് വിശപ്പാ? ടിങ് ടിങ്. ആ കയറിക്കോ. കത്തുന്നില്ലല്ലോ, തീപ്പെട്ടി എവിടെ? നീ അതൊരു കാര്യം ചെയ്തേ, അതിനടുത്ത് തീപ്പെട്ടി എവിടെ ചോദിച്ചേ. കൊണ്ടുവരാം. കിട്ടി. സാറേ, പെൺകുഞ്ഞ. സ്പ്രിംഗ് ആക്ഷൻ അല്ല. എടാ പതുക്കെ, നിനക്കൂടി ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ. ഞാൻ ഇത്ര നാളീ മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെ നോക്കണേ. എടാ അച്ഛനെ കിട്ടണ്ടെങ്കിൽ വേഗം ചെല്ല്. എടാ ചെല്ലടാ പോ.